പരാതി കൊടുത്തിരിക്കேன். അതുകൊണ്ട് ഇപ്പോൾ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. നീ പേസ. அதுதான் சொல்லியிருக்கேன். எல்லாம் வந்து பேச கூட எனக்கு வந்து ஒரு மாதிரி இருக்குது. நீங்கள்லாம் இப்போ நீங்கள் போட்டால் கூட அது வந்து எப்படி சொல்கிறது, நெகட்டிவாக தான் அவங்க பேசுவாங்க. ஒரு கமெண்ட் கூட படிக்க முடியல, பார்க்க முடியல. அவ்வளோ அசிங்கமாக ரொம்ப கீழ்த்தனமாக பேசுகிறாங்க. ஏன்னா கமெண்ட் பண்ணுறது எல்லாமே ஒரு பொண்ணு ஒரு பையனும் தான். அவங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாமல் ரொம்ப அசிங்கமாக பேசுகிறாங்க. இதெல்லாம் எப்படி வந்து என்னால் இது பண்ண முடியும்? கமெண்ட் எத்தனை பேர் அனுப்புகிறேன். ஒரு சேனலில் ஒரு சீரீஸ் மாதிரி ஒரு ஹஸ்பண்ட் அண்ட் ஒய்ஃபை டேமேஜ் பண்ணுறாங்க. ஒரு பேஷண்ட், நான் ஜீவிதம் முழுவன் நான் டேப்லெட்ஸ் കഴിக்கணும், மனசமாதானமாயிட்டு ஜீவிக்கிறேன். சத்து போய் எனக்கு திருச்சி தெய்வம் கொடுத்தா இப்போ அந்த ஜீவனை எடுக்கிறதுக்காக சிரமிக்கிறீங்களா? நான் நன்னாയിട്ട് நாங்கள் 2 பேரும் ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ എന്താ അന്ന് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് കുടുംബ ജീവിതം വേണം, എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞുണ്ട്. എനിക്ക് ഒരു കുട്ടി ജനിക്കുന്നതൊക്കെ ആർക്കും ഇഷ്ടമില്ലേ? ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റേപ്പ് ചെയ്യുമോ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുമോ? അത് നിങ്ങൾ വിശ്വസിക്കുമോ? അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കില്ല? അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ എൻകിட்ட റെക്കോർഡ് இருக்குது. അന്നേ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കேன். അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിൽ എല്ലാം കാണിച്ചു കൊടുത്തു. പോലീസ് എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു. പക്ഷേ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, സംഭവം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. എങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. സാധാരണ 1-2 വീഡിയോ ഇടുന്നതും ഇതുപോലെ സെലിബ്രിറ്റീസിനെ അത്തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് 1-2 ആഴ്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മനസ്സമാധാനം തകർക്കാനായിട്ട് കറക്റ്റായിട്ടൊരു സ്റ്റോക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ എപ്പിസോഡ് പോലെയാണ് ഇവർ ബുള്ളിയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ്. ഒരുപാട് ഒരാൾ പരാതി കൊടുക്കുന്നതോ ആ പരാതിക്ക് നമ്മൾ നിയമപരമായി അഡ്രസ്സ് ചെയ്യുന്നതോ പോലെയല്ല ഇത്. ഇത്തരത്തിൽ ഓറലായിട്ട് വാചാലെ കുറേ ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നേ വരയ്ക്കും ഒരു പ്രോപ്പർ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാനോ ആ തരത്തിൽ മുന്നോട്ട് വരാനോ അവർക്ക് കഴിയാത്തത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വക്കീൽ ഒരു നിയമ കാര്യമായി ബന്ധപ്പെടുന്ന അഭിഭാഷകരുടെ നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായി അവർക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് എന്തു പറയുന്നതും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത്. ഇവരുടെ ഡെയിലി വീഡിയോസ് അതെടുത്തിട്ട് യൂട്യൂബേഴ്സ് എല്ലാം தேவையில்லாதது அசிங்கமாக எடி வாடி என்னது மரியாதை இல்லாமல் ஒருத்தரும் ஃபேக் அக்கௌண்ட்டில் இருந்து நிறைய பேர் இப்போல்லாம் எல்லாம் ஸ்டார்ட் பண்ணி എല്ലാവരും ചെന്നൈയിലിരുന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ചെന്നൈയിലിരുന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിപ്പോൾ സത്യമായില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇതൊരു മാസീവ് അറ്റാക്ക്, ഒരാളല്ല, എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു ക്യാപ്റ്റൻ ഉണ്ട്, 4-5 പേരാ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് എന്നെയും എൻ കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ என்னென்னா ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിലായിപ്പോയി. ഇതൊരു തൊഴിലാണ്, ഇതൊരു ജാബാ. ഒരു സെലിബ്രിറ്റി ഒരു പേരെടുത്തിട്ട്